ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടർ മാടാക്കര പള്ളിയിൽ ബൂട്ടിട്ട് കയറിയ SI അടക്കമുള്ള 3 പോലീസുകാർക്ക് സ്ഥലം മാറ്റം. ഉത്തരമേഖല DIGയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത കുറവുണ്ടായെന്നാണ് വിലയിരുത്തൽ. ലീഗ് ഉൾപ്പെടെ ഘടകകക്ഷികളും സാമുദായിക സംഘടനകളും പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെയാണ് നടപടി. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഇപ്പോൾ മാടാക്കര പള്ളിയിലേക്ക് ബൂട്ടിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ കയറിയത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. എന്താണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്? ഈ 3 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണോ ഇങ്ങനെ അവിടേക്ക് വന്നത്? സ്മൃതി, 3 പേർക്കല്ല, നിലവിൽ 5 പേർക്ക് സ്ഥലം മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിൽ ചോമ്പാല SHO ആയ ഷമീൽ ഉൾപ്പെടെയുള്ള 5 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ജില്ലാ ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയിട്ടുള്ളത്. SHO ഷമീൽ SI ആണ്. കൂടാതെ മനോജൻ MV, മനോജ് കുമാർ KV, അനിൽകുമാർ NP, പ്രവീൺ കുമാർ C എന്നീ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ, അങ്ങനെ 5 പേരെയാണ് ഇപ്പോൾ ജില്ലാ ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയിട്ടുള്ളത്. പകരം SHO ആയി പയ്യോളി SIക്കാണ് ഇപ്പോൾ അവിടെ പകരം ചുമതലയും നൽകിയിട്ടുള്ളത്. സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ നബി ദിനത്തിന് തലേ ദിവസമായിരുന്നു മാടാക്കരയിലെ പള്ളിയിൽ ഈ സംഘർഷമുണ്ടായത്. മഹല്ല് കമ്മിറ്റി അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലായിരുന്നു സംഘർഷം. അവിടെ ഖത്തീബിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. ഒരു ചർച്ചയൊക്കെ പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിലൊക്കെ അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ സംഭവ ദിവസം തന്നെ ഉച്ചയ്ക്ക് ഒരു ചർച്ച അത് ഈ ചോമ്പാല പോലീസുമായി ബന്ധപ്പെട്ട് നടന്നതായിരുന്നു. അതൊരു സംഘർഷ സാധ്യത മുന്നിൽ കണ്ടാണ് അങ്ങനെയൊരു ചർച്ച ചോമ്പാൽ പോലീസുമായി ബന്ധപ്പെട്ട് അവിടെ മഹല്ല് കമ്മിറ്റിയിലുള്ളവരൊക്കെ ചേർന്ന് അങ്ങനെ ഒരു ചർച്ചയുണ്ടായത്. പക്ഷേ രാത്രിയോടുകൂടി അവിടെ പ്രശ്നം അത് ഗുരുതരമാവുകയായിരുന്നു. ഈ പള്ളിക്കകത്ത് വെച്ച് മഹല്ല് കമ്മിറ്റി അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ ഒരു കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അതിനു പിന്നാലെയാണ് അവിടെ പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. ചോമ്പാല SHO ആയ ഷമീൽ SI ഉൾപ്പെടെയുള്ളവർ ഈ സംഭവ സ്ഥലത്തേക്ക് പോലീസുകാരുടെ സംഘം ഇവിടേക്ക് എത്തുകയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി പള്ളിക്കകത്തേക്ക് കയറുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് വ്യാപകമായ പ്രതിഷേധം ഈ പോലീസ് നടപടിക്കെതിരെ ഉണ്ടായത്. ഈ പള്ളിക്കകത്തേക്ക് ബൂട്ടിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ കയറി എന്നുള്ളതായിരുന്നു ഈ പ്രതിഷേധത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം. ലീഗിനെതിരെ ഉൾപ്പെടെ CPM നേതാക്കളൊക്കെ രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടതാണ്. റിയാസ് ഉൾപ്പെടെ KT ജലീൽ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ ഒരു വിമർശനവുമായി രംഗത്തെത്തി. പ്രാദേശികമായി പോലീസിനെതിരെ ലീഗ് ഉൾപ്പെടെയുള്ളവർ വിമർശനവുമായി രംഗത്തെത്തുന്നതും നമ്മൾ കണ്ടതാണ്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഒരു നടപടി, അത് ഉത്തരമേഖല DIGയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടാകുന്നത്. ഇപ്പോൾ റൂറൽ SP ഒരു ഉത്തരവായി പുറത്തിറക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് ചോമ്പാല SHO ആയ SI ഷമീൽ ഉൾപ്പെടെയുള്ള 5 പേർക്കെതിരെയാണ് ഇപ്പോൾ ഈ ഒരു നടപടി വന്നിട്ടുള്ളത്.